പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യൻ ഷ്യാമിനോട് സംസാരിക്കുകയാണ്. സച്ച് സാറിൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് പോവാം എന്നുള്ള തീരുമാനം സത്യൻ എടുക്കുകയാണ്. അപ്പോൾ ഷ്യാം ചോദിക്കുന്നുണ്ട്, ഞാൻ മറ്റൊരു ജോലിക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോയിക്കോളാം, സത്യൻ ഈ ട്രാവൽസ് നോക്കി നടത്തിക്കോ എന്ന് പറയുന്ന സമയത്ത് സത്യൻ പറയാണ്, ഷ്യാം ഇവിടെ തന്നെ ജോലി ചെയ്യണം, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ അവിടെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ഏതാണ് എവിടെയാണ് എന്ന് ഷ്യാം ചോദിക്കുന്നുണ്ട് സത്യനോട്. അപ്പോൾ സത്യൻ തൽക്കാലം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ അവിടെ പോയി സംസാരിച്ചു വന്ന ശേഷം ഞാൻ നിന്നോട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് സത്യൻ സച്ച് സാറിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് സത്യൻ ഷ്യാമിനെ കുറിച്ച് സുശീല പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുകയാണ്. ഷ്യാമിനെ പുറത്തേക്കൊന്നും പണിക്ക് വിടരുത്, അവൻ മറ്റൊരു കമ്പനിയിലേക്ക് ഇനി ജോലിക്ക് പോയാൽ പണ്ട് സോനയ്ക്കുണ്ടായതുപോലെ, സോനയെ അവൻ ഉപേക്ഷിച്ചു പോയതുപോലെ ഏതെങ്കിലും മദാമയെ തേടി അവൻ പോവും, അതുകൊണ്ട് കഴിയുന്നതും ഷ്യാം നമ്മുടെ ട്രാവൽസിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് സുശീല സത്യനോട് പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ സത്യൻ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യൻ സച്ച് സാറിൻ്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി സത്യനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാട്ടോ. അപ്പോൾ ഇന്ദുവിനൊക്കെ സത്യനെ കാണുമ്പോൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. എന്നിട്ട് സച്ചി സത്യനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സത്യൻ, നിൻ്റെ കുടുംബജീവിതമൊക്കെ സന്തോഷമായി പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ, ഇവിടെ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും സച്ച് സാറിന് എങ്ങനെയാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ കഴിയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുടുംബജീവിതം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഗോകുലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം സച്ച് സാർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, പക്ഷേ ജീവൻ രാജിനെ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതാണ് ഒരു ടെൻഷൻ ഉള്ളത്. ഗോകുൽ ഇതുവരെയും വക്കീലുമായി സഹകരിച്ചിട്ടുമില്ല, അവൻ പറയുന്നത് ജീവൻ രാജിനെ തിരിച്ചു കിട്ടിയതിൻ്റെ ശേഷം മാത്രം മതി എൻ്റെ ജാമ്യത്തെക്കുറിച്ചൊക്കെ നോക്കലേ എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്ന് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാവിത്രി വരുന്നത്. എന്നിട്ട് സാവിത്രി പറയണ സത്യനോട്, സുശീല ഇവിടെ വന്നപ്പോൾ സുശീലേച്ചി പറഞ്ഞു സത്യൻ ഇവിടേക്ക് ആ കല്യാണം മുടങ്ങിയതോട് കൂടി ഇവിടേക്ക് വരാൻ മടിയാണെന്നുള്ളത് കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം പറയണേ, കല്യാണം വേണ്ട എന്ന് വെച്ചത് ഞാൻ കൂടിയല്ലേ ആൻറ്റി, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കല്യാണം മുടങ്ങിയതോട് കൂടി ഈ കുടുംബവും തകർന്നു, ഞങ്ങളുടെ ഇന്ദുവിൻ്റെ ഭർത്താവായിട്ട് മോനെ നീ തന്നെ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയണേ, എന്താ സാവിത്രി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയണേ, സത്യം തുറന്നു പറയാൻ എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് പറയട്ടോ. സത്യം പറയണേ, ആൻറ്റി അതൊക്കെ നല്ലതിനാണെന്ന് കരുതണം, ഒന്ന് മുടങ്ങിയാൽ മറ്റൊരു നല്ല കാര്യത്തിനാണെന്ന് ആൻറ്റി ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഇന്ദു സത്യനുള്ള ചായയുമായിട്ട് വരുന്നത്. എന്നിട്ട് സത്യം ചോദിക്കുകയാണ്, എന്താണ് സച്ച് സാർ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് സത്യ, ഇതുവരെയും ഇന്ദുവിൻ്റെ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു മടുത്തു, ഇനിയിപ്പോൾ ഗോകുലിൻ്റെ കാര്യമാവും അടുത്തത് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇന്ദു പറയണേ, സത്യേട്ടനൊന്ന് അച്ഛനെയും കൂട്ടി പുറത്തേക്കൊന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണേ, ഞാനിപ്പോൾ തൽക്കാലം പുറത്തേക്കൊന്നുമില്ല, പക്ഷേ സത്യ നിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം, അത് നീ ഭംഗിയായി ചെയ്തു തന്നാൽ എനിക്കത് വലിയൊരു ഉപകാരമായിരുന്നു. അപ്പോൾ സത്യം പറയണേ, എന്നെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ഞാൻ സച്ചി സാറിന് ചെയ്തു തന്നോളാം എന്ന് പറയട്ടോ. അങ്ങനെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ, ഗോകുൽ തിരിച്ചു വരുന്നത് വരെ നോക്കി നടത്താൻ സത്യൻ തീരുമാനിക്കുകയാണ്. ഈ സമയം രഘുവിന് എയർപോർട്ടിൽ നിന്നും ഒരു ഓട്ടം കിട്ടുകയാണ്. അപ്പോൾ രഘു സന്തോഷത്തോടു കൂടി നല്ലൊരു ഓട്ടം തന്നെയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാളുടെ വിശേഷങ്ങളൊക്കെ രഘു ചോദിച്ചറിയുകയാണ്. അപ്പോൾ അയാൾ പറയണ, ഞാൻ ഗൾഫിൽ നിന്നൊന്നുമല്ല വരുന്നത്, ഗൾഫിൽ നിന്നും എൻ്റെ ഒരു കൂട്ടുകാരനാണ് വന്നത്, അയാളുടെ സാധനങ്ങൾ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് എയർപോർട്ടിൻ്റെ അവിടേക്ക് വരരുത് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എയർപോർട്ടിനകത്ത് കുറേ ടാക്സി ഉണ്ടാവുമല്ലോ, അവരായിട്ട് ഇനി ഒരു പ്രശ്നം വരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞ് അയാളങ്ങ് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഘു പിന്നെയും അയാളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അയാൾ പറയണ, ഞാൻ 4 വർഷമായിട്ട് ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഈ ലഗേജ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്, ഇത് അയാളുടെ ഒരു ഫ്രണ്ടിന് കൊണ്ടു കൊടുക്കണം, അതാണ് എൻ്റെ ജോലി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രഘു പറയുന്നുണ്ട്, ഞാൻ കരുതി നിങ്ങൾ വിദേശത്ത് നിന്നും വരുന്ന ആളാണെന്ന്, അപ്പോൾ നല്ലൊരു കിട്ടൽ കിട്ടുമെന്നുള്ളത് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതിനെന്താ രഘു, നിങ്ങൾക്ക് ഞാൻ ആവശ്യമുള്ള തുക തന്നിരിക്കും, എന്നെ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കൃത്യമായി എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് പോലീസ് വരുന്നത്. പോലീസ് ഇവരുടെ കാറ് ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ രഘു അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്താ പോലീസ് എൻ്റെ കാറിൻ്റെ പുറകെ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അയാളോട് പറയണ, എന്താണെന്നറിയില്ല, പോലീസ് നമ്മുടെ കാറിൻ്റെ തൊട്ടു പുറകെ ആയിട്ട് വരുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അയാൾ പറയണേ, എങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി സ്പീഡിൽ വിടണം, പോലീസിന് പിടികൊടുക്കരുത്, എൻ്റെ കയ്യിലുള്ളത് സ്വർണ്ണമാണ്, ഈ സ്വർണം എനിക്ക് മറ്റൊരാളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം, അതുവരെ പോലീസിന് പിടികൊടുക്കരുത്, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടി ദോഷം ചെയ്യും എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ രഘു അങ്ങ് പേടിച്ചു പോവാണ്. അങ്ങനെ രഘു സ്പീഡിൽ കാർ ഓടിക്കുകയാണ് കേട്ടോ.
പെട്ടെന്നാണ് രഘുവിന് ഓർമ്മ വരുന്നത്, ഞാനിപ്പോൾ ഇയാളുമായിട്ട് സ്പീഡിൽ കാർ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെങ്ങാനും എന്നെ കാറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ CCTVയിൽ എൻ്റെ കാറ് പോകുന്നതും വരുന്നതുമൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. അതോടുകൂടി ഞാനാണ് പിന്നെ അകത്താവാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പോലീസിന് പിടികൊടുക്കാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് രഘു പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയാണ് ട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വണ്ടി നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ വണ്ടിക്ക് എന്താണെന്നറിയില്ല, ഒരു കേട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് വരികയാണ്. പോലീസിനെ കണ്ടതോടുകൂടി ഇയാൾ കാറിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ട്ടോ. അതിൻ്റെ മുന്നേ പോലീസ് അടുത്തെത്താറായി എന്ന് കാണുമ്പോൾ ഇയാൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എല്ലാം തന്നെ രഘുവിൻ്റെ കാറിൻ്റെ സൈഡിലായിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് ട്ടോ. എന്നിട്ട് പോലീസിനെ കണ്ട ഉടനെ തന്നെ അയാൾ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ തൊട്ടു പിറകെയായിട്ട് തന്നെ പോലീസ് അയാളുടെ പിറകെ പോവാണ്. അങ്ങനെ പോലീസിനെ കണ്ട ഉടനെ അയാൾ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോകുന്ന സമയത്ത് എതിർവശത്ത് നിന്നും മറ്റൊരു ലോറി വന്ന് അയാളെ അങ്ങ് തട്ടുകയാണ് ട്ടോ. അതോടുകൂടി അയാൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോവാണ്. അതോടെ പോലീസിന് പിന്നെ അയാളിൽ നിന്നും ഒരു രഹസ്യവും അറിയാൻ കഴിയുന്നില്ല ട്ടോ. അങ്ങനെ പിന്നെ പോലീസ് രഘുവിനെയാണ് പിടിച്ചത്. രഘുവുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ട്ടോ. അപ്പോൾ രഘു പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ സ്വർണം കടത്തുകയാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ടാണ് ഞാൻ അയാളേനെ ഈ കാറ് കേടുവന്നു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ കണ്ടപ്പോൾ കാറ് നിർത്തിയത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ പോലീസിൻ്റെ മുന്നിൽ പറയുമ്പോഴും രഘു പറയുന്ന ആ വാക്കുകളൊന്നും പോലീസ് വിശ്വസിക്കുന്നില്ല ട്ടോ. അങ്ങനെ രഘു പോലീസിനോട് പറയാണ്, സാറിന് എന്നെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫോൺ ഒന്ന് തരുമോ, എനിക്ക് ഒരാളെ വിളിച്ച് പറയാനാണെന്ന് പറയുമ്പോൾ, നിൻ്റെ ഫോൺ എന്തായാലും തരില്ല, ഇവിടെ സ്റ്റേഷനിലുള്ള ഫോണിൽ നിന്നും നിനക്ക് ആരെ വേണമെങ്കിലും വിളിച്ചു പറയാം എന്ന് പറയട്ടോ. അങ്ങനെ രഘു നേരെ ദാസാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു പറയാണ് ഇങ്ങനെ പോലീസ് പിടിച്ച കാര്യത്തെക്കുറിച്ച്. അപ്പോൾ പോലീസുകാർ വീണ്ടും രഘുവിനെ സംശയിച്ചുകൊണ്ടാണ് സെല്ലിനകത്തിടുന്നത്. പിന്നീട് അനുപമ ദാസാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. ദാസാറിനോട് പറഞ്ഞതുപോലെ ഇന്ദ്രൻ്റെ പേരിലേക്ക് കട എഴുതി കൊടുക്കുന്നതിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് പോകാൻ ഒരുങ്ങാണ് ട്ടോ. അപ്പോഴാണ് അനുപമയുടെ ഫോണിലേക്ക് ദാസാർ വിളിക്കുന്നത്. ഇന്ന് എന്തായാലും രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ല അനു എന്ന് പറയുമ്പോൾ, എന്തു പറ്റി, നാളത്തേക്ക് ആക്കാം എന്ന് പറയുമ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ രഘുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അനുപമയോട് പറയാണ്. അപ്പോൾ അനുപമ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഞാനും ഇന്ദ്രനും കൂടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ അനുപമ ആകെ പേടിച്ചു പോവുകയാണ്. ഇപ്പോൾ തൽക്കാലം അണ്ണനോട് ഇക്കാര്യം ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ചീരു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്താണ് അനു ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് രജിസ്ട്രേഷന് പോകാൻ കഴിയില്ല, കാരണം രഘുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടത്ര, എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി ദാസാറും ഇന്ദ്രേട്ടനും കൂടി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ ചീരു ഒന്ന് പേടിച്ചു പോവാണ്. എന്താണാവോ പ്രശ്നം, എന്തിനാണാവോ രഘുവേട്ടനെ ഇപ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഭാവത്തിലിട്ടോ. ഈ സമയം സ്റ്റേഷനിലെത്തിയ രഘു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ വാടക പോയതാണ് എന്നൊക്കെ പറയുമ്പോഴും പോലീസ് അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ രഘുവിൻ്റെ കാറ് മുഴുവനും പരിശോധിക്കുകയാണ് കേട്ടോ. പക്ഷേ അതിൽ നിന്നൊന്നും സ്വർണം കിട്ടുന്നില്ല. സ്വർണം അയാൾ ഒരു സൈഡിൽ ഒളിപ്പിച്ചു വെച്ചത് പോലീസ് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെ അമ്പിളി രഘുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും പോലീസുകാർ ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല. രഘുവിൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രഘു പറയാണ്, എൻ്റെ ഭാര്യ അമ്പിളിയാണ് വിളിക്കുന്നത്, ഞാനൊന്നാ ഫോൺ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ അതൊന്നും പറ്റില്ല, നീ ഇപ്പോൾ തൽക്കാലം നീ ഫോൺ എടുക്കില്ല, നിനക്ക് ഇനി ഏതെങ്കിലും മാഫിയക്കാർ വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ രഘു പറയണേ, എനിക്ക് ഒരു തരത്തിലും ഒന്നും അറിയില്ല, പക്ഷേ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ ആകെ ടെൻഷൻ ആവും എന്ന് പറയുമ്പോൾ, ഇനി ഏതായാലും ഫോൺ കിട്ടായില്ലേ, അടുത്ത തവണ നിൻ്റെ ഭാര്യ വിളിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഫോൺ തരാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോലീസുകാരൻ അവിടെ നിന്ന് പോവട്ടെ. അങ്ങനെ വീണ്ടും അമ്പിളി ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ലച്ചുമോളോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എന്താ ഫോൺ വിളിച്ചാൽ എന്താ ഒന്ന് എടുത്തുകൂടെ, ഇവിടെ ടെൻഷൻ ആയിട്ടല്ലേ ഈ വിളിക്കുന്നത്, എന്താണാവോ നിൻ്റെ അച്ഛൻ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് ഫോൺ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രഘുവിൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസ് രഘുവിന് ആ ഫോൺ കൊടുക്കുകയാണ്. ഇനി അമ്പിളിയുമായിട്ട് രഘു സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പിളിയോട് പറയാണ്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്പിളി, ഞാൻ വാടകയ്ക്ക് പോയതല്ല, ഞാൻ എയർപോർട്ട് വാടക കിട്ടിയപ്പോൾ ഞാൻ അവിടേക്ക് പോയതാണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി അമ്പിളി അങ്ങ് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അമ്പിളിക്ക് ഇനി പെട്ടെന്ന് തന്നെ അനുപമയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോവേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. എൻ്റെ രഘുവേട്ടനെ പുറത്തിറക്കാനേ എന്നുള്ള കരച്ചിലോട് കൂടിയിട്ടാണ് ഇനി അമ്പിളിക്ക് അവരുടെ അടുത്തേക്ക് പോവേണ്ടി വരുന്നത്. അനുപമയുടെ അടുത്തെത്തിയ ശേഷം അമ്പിളിയെ അനുപമ സമാധാനപ്പെടുത്താണ്, ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവില്ലേ, എന്താണ് കാര്യം എന്നുള്ളത്, ദാസാറും ഇന്ദ്രേട്ടനും സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ ശേഷം നമുക്ക് അറിയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുള്ള ആശ്വാസ വാക്കുകൾ പറയാണ്. അങ്ങനെ അമ്പിളിയുടെ അഹങ്കാരത്തിന് വീണ്ടും തിരിച്ചടി കിട്ടുകയാണ്. അമ്പിളി ആരുടെയും ഒരു സഹായവും വേണ്ട, ഞാനും രഘുവേട്ടനും ജീവിച്ചു കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന അമ്പിളിക്ക് ഇനിയിപ്പോൾ അവരുടെയൊക്കെ സഹായം തേടേണ്ടി വരികയാണ്.